വന്യജീവികളുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പല മലയോര ഗ്രാമങ്ങളും അവിടുത്തെ മനുഷ്യരുടെ ജീവനും കൃഷിയും വലിയ ഭീഷണിയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കാടുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ പാലപ്പള്ളി, എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, കാരികുളം, ഇഞ്ചക്കുണ്ട്, കള്ളായി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുപന്നികൾ, കാട്ടാനക്കൂട്ടങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള മയിൽ, മ്ലാവ്, മാന്, ഇപ്പോഴാണെങ്കിൽ പുലിയുടെ സാന്നിധ്യവും അവിടെ കണ്ടിരിക്കുകയാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള ശ്രമം നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫലം കണ്ടിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 7 പേരാണ് അവിടെ കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടത്. അനവധി പേർക്ക് ഗുരുതരമായി പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ വനം വകുപ്പിൻ്റെ പ്രദേശത്തുള്ള നമ്മുടെ പ്ലാന്റേഷൻ്റെ ഭൂമികളുണ്ട്. വനം വകുപ്പിൽ നിന്ന് ലീസിനെടുത്ത് നടത്തുന്ന തോട്ടങ്ങൾ. ആ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവിടെയുള്ള ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വളരെ സങ്കീർണമായി വളരെ ഗൗരവാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. വനം വകുപ്പിൻ്റെ അനുമതിയില്ലാത്തതിൻ്റെ ഭാഗമായി ഈ പ്ലാന്റേഷൻ, ആ തോട്ടം ഉടമകൾ അവരെ ട്രഞ്ചിങ് കീറാൻ തയ്യാറാണ്. അതിന് അപേക്ഷ വെച്ചിട്ട് അത് പരിഗണിക്കുന്നില്ല. നമുക്കാണെങ്കിൽ ഒരു രൂപ പോലും സർക്കാരിന് ചിലവില്ലാത്തൊരു കാര്യം, അത് നമുക്ക് അനുമതി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ അതവിടെ നടപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ളൊരു പ്രശ്നം, ഈ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി ഈ വനവകുപ്പിൻ്റെ ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നടപടികൾ അതൊന്ന് കാലതാമസം കൂടാതെ നടപ്പിലാക്കാൻ കഴിയേണ്ടതുണ്ട്. കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി എടുത്ത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്, അടിയന്തരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് ആവശ്യപ്പെടുകയാണ് ഈ സബ്മിഷനിലൂടെ. ബഹുമാനപ്പെട്ട വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വന്യജീവി ആക്രമണം ഒരു നിത്യ സംഭവമായി തുടരുകയാണ്. അതിന് ഇപ്പോൾ തന്നെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പരിയാരം, വെള്ളിക്കുളങ്ങര എന്നീ മേഖലകളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി 338 ലക്ഷം രൂപ ചെലവിൽ 25 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഈ ഡിവിഷന് കീഴിലെ പരിയാരം റേഞ്ചിലെ ചിക്ലായി ഭാഗത്ത് 16 എന്ന സ്ഥലത്ത് നബാർഡ് സ്കീമിൽ ഉൾപ്പെടുത്തി AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡിവിഷൻ തലത്തിൽ ഡിവിഷൻ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ രൂപീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചാലക്കുടി ഡിവിഷനിലെ വിവിധ പഞ്ചായത്തുകളിൽ ജനജാഗ്രതാ സമിതി രൂപീകരിക്കുകയും സമിതിയിലെ അംഗങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ്. സർ, ഇവിടെ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ 2022-23 കാലയളവിൽ 67 ലക്ഷം രൂപയും 23-24 13 ലക്ഷം രൂപയും 23-25 നാളെ വരെ 43 ലക്ഷം രൂപയും അക്രമവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹാരിസൺ മലയാളം ലിമിറ്റഡ്, കൊച്ചിൻ മലബാർ ലിമിറ്റഡ് എന്നീ പ്ലാന്റേഷനുകളിൽ തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കുന്നതിന് കമ്പനി സീനിയർ ജനറൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നിർദ്ദേശത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ CCFനോട് ആവശ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ അവിടങ്ങളിലെ
മറ്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് ഒരു ചർച്ചയിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. അതിനുള്ള നടപടികൾ അടിയന്തരമായും സ്വീകരിക്കുന്നതാണ്.